നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ. നഗരസഭാധ്യക്ഷ കെ ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. കാരുണ്യ സ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണ്. പരിചിതമില്ലാത്ത അവസ്ഥകളോടുള്ള മനുഷ്യസഹജമായ ഭീതിയാണ് അതിന് ആധാരം. വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. കഠിനമായ ജീവിത സാഹചര്യങ്ങളെ മനുഷ്യൻ നേരിട്ടതിൻ്റെ കഥയാണ് ആടുജീവിതത്തിലൂടെ താൻ പറയാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വായനാ ദിനാഘോഷത്തിൻ്റെയും വായന പക്ഷാചരണത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നിൽ നിന്നും വിഭിന്നമായ, തൻ്റെ ഭാഷ സംസാരിക്കാത്ത, തൻ്റെ വേഷം ധരിക്കാത്ത, തൻ്റെ ആഹാരം കഴിക്കാത്ത ഒരാളോടുള്ള മനുഷ്യൻ്റെ അപരിചിത്വമാണ് പുസ്തക വായന ഇല്ലാതാക്കുന്നത്. ജീവിതം ഭാവനാസമ്പന്നമാകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനുമായി വിദ്യാർത്ഥികൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി നീക്കിവെക്കണമെന്നും ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ഞാനും എൻ്റെ സൊസൈറ്റിയും ഞാൻ ജീവിക്കുന്ന സമൂഹവും സുരക്ഷിതമായിരിക്കുന്നു. അപരത്വം അപരനായ ഒരാൾ വന്നാൽ അയാൾ എന്നെ ആക്രമിക്കാൻ വരുന്നവനാണ്, അവൻ എന്നെ കൊല്ലാൻ വരുന്നതാണ്, എൻ്റെ ഇടം കവരാൻ വരുന്നവനാണ് എന്നുള്ളൊരു ആദിമമായ ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അപരിചിതരോട് ദേഷ്യമുണ്ടാവുകയും അവനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ, വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്, നന്മയാണ്, ദയയാണ്. അപരവിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഘർഷങ്ങളും കലാപങ്ങളും ഒഴിഞ്ഞ് നമുക്ക് സാഹോദര്യത്തിൽ വസിക്കാൻ കഴിയുക. പുസ്തകവേദന നമുക്ക് മറ്റെന്ത് കൊണ്ടുതരുന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും മറ്റേത് കലയേക്കാൾ ഉപരിയായി ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് പുസ്തക വായന എന്ന് നിങ്ങൾ ജില്ലാ ഭരണകൂടം, ലൈബ്രറി കൗൺസിൽ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ ചടങ്ങിൽ അധ്യക്ഷനായി. എഴുത്തുകാരനും അധ്യാപകനുമായ ചുനക്കര ജനാർദ്ദനൻ നായരെ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം G കൃഷ്ണകുമാർ ആദരിച്ചു. ചെങ്ങന്നൂർ RDO G നിർമ്മൽകുമാർ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും. ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി T തിലകരാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് LP സത്യപ്രകാശ്, സെക്രട്ടറി B ഷയാജിലാൽ, AEO സുരേന്ദ്രൻ പിള്ള, KK അരുണാദേവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രഥമ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായനപക്ഷാചരണം ആചരിക്കുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട് അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. ആശുപത്രിയിലെത്തുന്ന നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട് അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ തുടങ്ങിയവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം. ആശുപത്രിയിൽ കഴിയുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നും വസ്ത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് K വേണുഗോപാൽ, RMO ഡോക്ടർ M ആശ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിൽ കൂട്ടിരിപ്പുകാരും ജീവനക്കാരും സംഭാവന ചെയ്ത പുതിയ വസ്ത്രങ്ങളാണ് ബാങ്കിലുള്ളത്. പുതിയ വസ്ത്രങ്ങളും പുതുമ നഷ്ടപ്പെടാത്ത വൃത്തിയുള്ള അലക്കിത്തേച്ച വസ്ത്രങ്ങളും ബാങ്കിൽ സ്വീകരിക്കും. പുതിയ ഷർട്ട്, മുണ്ട്, നൈറ്റി എന്നിവയാണ് പ്രധാനമായും ഇവിടെ പരിഗണിക്കുന്നത്. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാർക്കറ്റ് ഇന്റർവെൻഷൻ മാത്രമല്ല, മാർക്കറ്റിൽ വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന ഉത്തരവാദിത്വം, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണം, അതുപോലെ അംഗനവാടി അടക്കമുള്ള സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യധാന്യ വിതരണം, അതുപോലെ പെട്രോൾ പമ്പിൽ, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ആളുകൾ വന്നുകൂടുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകാത്തതാണ്, നൽകില്ല. കടം വാങ്ങിക്കാൻ പോലും അവസരമില്ല, കടം വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴും ജനങ്ങളെ കൈവിടാതെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ, റേഷൻ സംവിധാനത്തിലൂടെ, പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായാലും ഇത് പൂട്ടണമെന്നല്ല, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ അവസ്ഥ ഞങ്ങൾ തരണം ചെയ്യും, മെച്ചപ്പെട്ട സാഹചര്യം കൊടുക്കണമെന്നുള്ള ആലോചനയാണ്. ഉപയോഗശൂന്യമായ അരി ഏതെങ്കിലും കാരണവശാൽ റേഷൻ കടകളിൽ എത്തിയാൽ തിരിച്ചെടുത്ത് പുതിയത് നൽകാൻ കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. H സലാം MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സേറസ് ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശൻ, NK ബിജുമോൻ, മാർക്കറ്റിംഗ് മാനേജർ ഷെൽജി ജോർജ്, മേഖലാ മാനേജർ V കുമാരി ലത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. വള്ളംകളിക്ക് മുൻപായി തന്നെ കനാൽ സൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തിയാക്കാനാണ് അധികൃതർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ വാടക്കനാൽ തോടിൻ്റെയും
വാണിജ്യ കനാൽ തോടിന്റെയും സൗന്ദര്യവൽക്കരണ പദ്ധതി ജലോത്സവ ദിനമായ ഓഗസ്റ്റ് 10 മുൻപ് പൂർത്തിയാക്കാനാണ് ബന്ധപ്പെട്ട അധികൃതരുടെ തീരുമാനം. നേരത്തെ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ MLA-മാരായ PP ചിത്രഞ്ജൻ, H. സലാം എന്നിവർ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് കനാൽ സൗന്ദര്യവൽക്കരണ തീരുമാനമടക്കം കൈക്കൊണ്ടത്. ആലപ്പുഴ ചുങ്കം മുതൽ YMCA പാലം വരെ 8 കിലോമീറ്റർ കനാൽ കരകളിലാണ് സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴ നഗരസഭ, കനാൽക്കരയിലെ വിവിധ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാകും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക. സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നതോടൊപ്പം 5 വർഷത്തെ പരിപാലനവും ഏറ്റെടുക്കണമെന്നതാണ് ഏക വ്യവസ്ഥ. സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് ഇതിനായി വിനിയോഗിക്കും. കനാലിലെ മാലിന്യവും നീരൊഴുക്കിന് തടസ്സമായ മരങ്ങളും നഗരസഭയുടെ ചുമതലയിൽ നീക്കം ചെയ്യും. ടൂറിസം രംഗത്തിന് പുത്തുണർവ് നൽകുന്ന കനാലിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതി തീർത്തും മാതൃകാപരമാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കാരുണ്യ സ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ ദിനത്തിൽ കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശം മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തും. ജൂലൈ 18 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ കായംകുളം കദീഷ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതെന്നും ജീവിതശൈലി രോഗങ്ങൾ, ജനറൽ മെഡിസിൻ, നേത്രപരിശോധന, മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകളും ക്യാമ്പിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കായംകുളത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനവും അതിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചിറപ്പുറത്ത് മുരളി, T. സൈനുലാബ്ദീൻ, കറ്റാനം ഷാജി തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ. നഗരസഭാധ്യക്ഷ KK ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. കാരുണ്യ സ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.